നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ പോലീസിന് വീഴ്ചയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധ സാധ്യത പരിഗണിച്ച് മുന്നൊരുക്കം നടത്തിയില്ലെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് വലിയ വീഴ്ച ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇന്നലെ സ്വാഭാവികമായി തോന്നിയ സംശയമാണ്. ഇപ്പോൾ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് സർക്കാരല്ലേ ഇതിനിടയിൽ ജനങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? ഏതൊരു ഹർത്താലിലും സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനെ നിസ്സാരമായി അവഗണിച്ചു എന്നാണ്. സ്വാഭാവികമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടാവില്ലേ? ഈ ഹർത്താൽ എത്രത്തോളം ഗൗരവമാവാൻ ഇടയുണ്ട്, ഇത് എത്രത്തോളം ആളുകളെ ബാധിക്കാൻ ഇടയുണ്ട്, എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായതേ ഇല്ലെന്നാണോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് ശ്രീജ? സ്വന്തം പിഴവ് കൂടി ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്നലത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് ഫീൽഡിൽ നിന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളൊന്നും ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് ഉണ്ടായില്ല എന്നാണ് ഇന്നലത്തെ ഹർത്താലിന് ശേഷമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഈ ഹർത്താൽ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത്രത്തോളം ഒരു മാർഗതടസ്സങ്ങൾ ഉണ്ടാകുകയും അതൊരു പ്രതിഷേധം, സംഘർഷം ആ തലത്തിലേക്ക് പോകുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എവിടെ നിന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പൊടുന്നനെയാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ വഴിതടയലും സംഘർഷങ്ങളുമാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രതിഷേധം ഉണ്ടാകുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോയി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്നലെ നെടുമങ്ങാട്ടും പള്ളിപ്പുറത്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം ഈ ദളിത് സംഘടനയായ DHRMന്റെ അടക്കം സജീവ സാന്നിധ്യമുള്ള മേഖലയാണ് പള്ളിപ്പുറം, മംഗലപുരം, അതുപോലെ തന്നെ കല്ലമ്പലം ഭാഗങ്ങളിൽ. അപ്പോൾ അവിടെ നിന്ന് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിപ്പുറം കേന്ദ്രീകരിച്ചൊന്നും പോലീസിന്റെ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ല. വാഹന തടസ്സം ഉണ്ടായാൽ അത് നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നില്ല. അതുപോലെ നെടുമങ്ങാട് ടൗണിൽ ഇത്തരത്തിൽ ഒരു വാഹനം തടയൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. തിരുവല്ലയിൽ മാർഗതടസ്സം ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയൊന്നും പോലീസ് പാർട്ടിയെ മുൻകൂട്ടി നിശ്ചയിച്ച് ഈ പ്രതിഷേധക്കാർ വരുമ്പോൾ അവരെ ഒഴിവാക്കി വാഹന തടസ്സം നീക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ പോലീസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല പലയിടത്തും വാഹന തടസ്സം ഉണ്ടായി മണിക്കൂറുകളോളം ജനങ്ങൾ ബുദ്ധിമുട്ടിയ ശേഷമാണ് പല സ്ഥലത്തേക്കും ആവശ്യത്തിന് പോലീസുകാർ എത്തിയത്. അതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. മാത്രമല്ല ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് കടകൾ അടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ 52 ദളിത് സംഘടനകൾ ഉൾപ്പെടുന്ന ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് അത് സംബന്ധിച്ച് ഒരു സാധാരണഗതിയിലുള്ള ഫീൽഡിൽ നിന്നുള്ള ഹോംവർക്ക് പോലും സ്പെഷ്യൽ ബ്രാഞ്ച് ചെയ്തില്ല എന്ന കുറ്റപ്പെടുത്തലാണ് ഇന്റലിജൻസിന്റെ തന്നെ റിപ്പോർട്ടിൽ പറയുന്നത്. ശ്രീജ. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലത്തെ ഹർത്താലിന്റെ കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന് സമ്മതിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ പലയിടത്തും വാഹന തടസ്സം, ഗതാഗത തടസ്സം ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെയൊന്നും പോലീസിന് ആ സമയത്ത് എത്താനോ ഇടപെടാനോ കഴിഞ്ഞില്ല. നമുക്കറിയാം, അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം. എത്രയോ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ല. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ സമയോചിതമായി ഇടപെട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപം പോലീസിനെതിരെ കൂടി ഇന്നലത്തെ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്.